തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ആ പദവിയിൽ കൊണ്ടിരുത്താനുള്ള വളഞ്ഞ വഴിയാണ് ഇവിടെ കേന്ദ്രം പയറ്റുന്നത്. സംസ്ഥാനങ്ങളുടെ അധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് പുതിയ UGC നയങ്ങൾ. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തന്നെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് പോയിട്ടുണ്ട്. മാത്രമല്ല പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ BJP ഇതര മുഖ്യമന്ത്രിമാരെ കൂട്ടുപിടിച്ച് സംയുക്ത പ്രതിഷേധത്തിനാണ് ഇപ്പോൾ കേരളം തയ്യാറെടുക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള വ്യക്തമായ നീക്കങ്ങൾ വരുമെന്ന് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. UGC 2025 കരട് ചട്ടങ്ങൾ പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ടതാണ്. രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളെ അട്ടിമറിച്ച് സംസ്ഥാന സർവകലാശാലകളുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ പരിപൂർണമായും ഇല്ലാതാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ കരട് ചട്ടങ്ങൾ. ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 7ാം ഷെഡ്യൂളിലെ ലിസ്റ്റ് 2, അതായത് സ്റ്റേറ്റ് ലിസ്റ്റ്, അതിലായിരുന്നു. പക്ഷേ അടിയന്തരാവസ്ഥയുടെ ഘട്ടത്തിൽ 1975-77 കാലയളവിൽ നടപ്പിലാക്കിയ 42ാം ഭരണഘടനാ ഭേദഗതി, ആ ഭേദഗതിയിലൂടെയാണ് ഇത് കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തപ്പെട്ടത്. 1978 44ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ നേരത്തെ 42ാം ഭേദഗതിയിലൂടെ നടപ്പാക്കിയ പല മാറ്റങ്ങളും പുനഃസ്ഥാപിച്ചു. പക്ഷേ വിദ്യാഭ്യാസം സ്റ്റേറ്റ് ലിസ്റ്റിലേക്ക് തിരികെ കൊണ്ടുവരാനുള്ള നിർദ്ദേശം മാത്രം രാജ്യസഭയിൽ പാസ്സാകാത്തതിനാൽ നടപ്പിലായില്ല. അന്നത്തെ ഘട്ടത്തിലെ രാജ്യസഭയുടെ ഭൂരിപക്ഷം നിലവച്ചിട്ട് ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം കൺകറൻറ്റ് ലിസ്റ്റിൽ എൻട്രി നമ്പർ 25 കൊണ്ടുവന്നെങ്കിലും സംസ്ഥാന സർക്കാരുകൾ സ്ഥാപിച്ച സർവകലാശാലകൾ ഉൾപ്പെടെയുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പലതും അതത് നിയമസഭകൾ പാസാക്കിയ നിയമങ്ങളാലാണ് നിയന്ത്രിക്കപ്പെട്ടു പോരുന്നത്. മാത്രമല്ല വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കുന്ന തുകയുടെ 75% ഇന്ത്യയിലെ സംസ്ഥാനങ്ങൾ നേരിട്ടാണ് വഹിക്കുന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തയ്യാറാക്കിയ എനാലിസിസ് ഓഫ് ബഡ്ജറ്റഡ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ, ഈ റിപ്പോർട്ട് പ്രകാരം രാജ്യത്തെ വിദ്യാഭ്യാസ വകുപ്പുകൾ 2020-21 വർഷത്തിൽ ആകെ ചെലവാക്കിയ 6,25,000 കോടി രൂപയിൽ 85% സംസ്ഥാനങ്ങൾ നേരിട്ട് ചെലവഴിച്ചതാണ്. മറ്റു വകുപ്പുകളിലൂടെ വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനും വേണ്ടിയുള്ള ചെലവുകൾ ഉൾപ്പെടുത്തിയാലും വിദ്യാഭ്യാസത്തിനുള്ള ആകെ ചെലവിൻ്റെ കാര്യത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്ക് 76%. കേന്ദ്രത്തിൻ്റേത് 24%-വുമാണെന്ന് കണക്കുകളിലൂടെ വ്യക്തമാവുകയാണ്. യൂണിയൻ ലിസ്റ്റിലെ എൻട്രി 66-ൻ്റെയും 1956 UGC ആക്ട് പ്രകാരം രൂപപ്പെടുത്തിയ ചട്ടങ്ങളുടെയും ചുവട് പിടിച്ചുകൊണ്ടാണ് സർവകലാശാലാ വിഷയങ്ങളിൽ സംസ്ഥാന സർക്കാരുകളുടെ ഭരണഘടനാപരമായ അവകാശങ്ങൾ പൂർണ്ണമായും ഹനിക്കുന്നത്. ഇത് തീർത്തും നീതിരഹിതമായ നടപടിയാണ്. യൂണിയൻ ലിസ്റ്റിലെ എൻട്രി 66 പറയുന്നത് ഇപ്രകാരമാണ്: കോർഡിനേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ ഓഫ് സ്റ്റാൻഡേർഡ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഹയർ എഡ്യൂക്കേഷൻ
or research and scientific and technical institutions. അതായത് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾക്കുമുള്ള നിലവാരങ്ങൾ ഏകീകരിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിൽ നിക്ഷിപ്തമായ കാര്യമാണ്. അതല്ലാതെ അതിൽ കൂടുതൽ അധികാരം കേന്ദ്രത്തിന് ഭരണഘടന നൽകുന്നില്ല. ഭരണഘടനാ അസംബ്ലിയിൽ ഇന്നത്തെ എൻട്രി 66-ൻ്റെ ആദ്യ രൂപം അവതരിപ്പിച്ചപ്പോൾ ഡോക്ടർ BR അംബേദ്കർ നടത്തിയ പ്രസംഗം ഇതിൽ കൂടുതൽ വ്യക്തത നൽകുന്നതാണ്. സംസ്ഥാന ലിസ്റ്റിലേക്കുള്ള വിഷയമായി കരുതിയ ഈ എൻട്രി യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് സംബന്ധിച്ച് ചില അംഗങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചു ഭരണഘടനാ അസംബ്ലിയിൽ. അതിന് ഡോക്ടർ അംബേദ്കർ മറുപടി പറഞ്ഞു. ഈ എൻട്രി ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിലവാരം നിലനിർത്തുന്നതിന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയിലെ വിവിധ സർവകലാശാലകൾ നടത്തുന്ന BA ബിരുദ പരീക്ഷകൾക്കുള്ള പാസ് മാർക്കോ മറ്റ് മാനദണ്ഡങ്ങളോ പലതരത്തിലാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കും. ഇതുപോലുള്ള ഏകീകൃതമല്ലാത്ത വ്യവസ്ഥകൾ ഒഴിവാക്കാനാണ് സംസ്ഥാനങ്ങളിൽ പൊതുവായ മാനദണ്ഡവും ഏകീകൃത രീതിയും ഉറപ്പുവരുത്താൻ യൂണിയൻ ലിസ്റ്റിൽ ഇങ്ങനൊരു പരാമർശം എഴുതി ചേർത്തത് എന്നാണ് ഡോക്ടർ അംബേദ്കർ 1949 ഓഗസ്റ്റ് 31 ഭരണഘടനാ അസംബ്ലിയിൽ ഈ ആശങ്കയുടെ കാര്യത്തിലുള്ള മറുപടിയിൽ പറഞ്ഞത്. അതായത് എൻട്രി 66-ൻ്റെ സ്പിരിറ്റ് എന്താണെന്ന് ഡോക്ടർ അംബേദ്കർ കൃത്യമായി വ്യക്തമാക്കിയതാണ്. ഉന്നത വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസം ആരുടെ ഉത്തരവാദിത്വമാണെന്ന് സ്റ്റേറ്റ് ലിസ്റ്റിലെ എൻട്രി 32-ഉം കൺകറൻറ്റ് ലിസ്റ്റിലെ എൻട്രി 25-ഉം സംശയരഹിതമായി വ്യക്തത നൽകുന്നുണ്ട്. ഭരണഘടനയുടെ 7-ാം ഷെഡ്യൂളിലെ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറൻറ്റ് ലിസ്റ്റ് എന്നിവയിലെ എൻട്രി 66, 32, 25 എന്നിവ പരിശോധിക്കുമ്പോൾ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും എൻട്രി 66-ൽ വ്യക്തമായി പറയുന്നവ ഒഴികെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതല്ല. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിലവാരം ഏകീകരിക്കുകയും നിശ്ചയിക്കുകയും ചെയ്യുക എന്ന പരിമിതമായ ദൗത്യം മാത്രമേ സംസ്ഥാന സർവകലാശാലകളിൽ കേന്ദ്രത്തിനുള്ളൂ. 1956-ലെ UGC ആക്ട് പ്രകാരം നിർമ്മിച്ച ചട്ടങ്ങൾ യാതൊരു തരത്തിലും സംസ്ഥാന നിയമങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സർവകലാശാലകളെ നിയന്ത്രിക്കുവാനുള്ള പദ്ധതിയല്ല എന്ന് ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ പറഞ്ഞതുകൊണ്ട് ഭരണഘടനയുടെ സ്പിരിറ്റ് കൃത്യവും വ്യക്തവുമാണ്. 2025-ലെ പുതിയ UGC കരട് മാർഗനിർദ്ദേശങ്ങൾ ഭരണഘടനാ നിർമ്മാതാക്കൾ ഉദ്ദേശിച്ചതിന് വിരുദ്ധമായ ധാരാളം വ്യവസ്ഥകൾ ഉൾക്കൊള്ളുന്നവയാണ്. കരടിലുള്ള പല നിർദ്ദേശങ്ങളും രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധവും ഭരണഘടനയുടെ അടിസ്ഥാന മൂല്യങ്ങളുടെ ലംഘനവുമാണ്. വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണം പോലും ചാൻസലറുടെ മാത്രം അധികാരമാക്കി മാറ്റുകയാണ്. സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ ഫലത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തീരുമാനിക്കുന്ന നിലയാണ് പുതിയ UGC നിർദ്ദേശത്തിലുള്ളത്. വൈസ് ചാൻസലർമാരെ തിരഞ്ഞെടുക്കുന്ന
സെർച്ച് കം സെലക്ഷൻ കമ്മിറ്റിയിൽ സംസ്ഥാന സർക്കാരിന് നാമനിർദ്ദേശം നൽകാനുള്ള അവകാശം ഇല്ലാതാക്കുന്ന തരത്തിൽ ചട്ടങ്ങൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് സംസ്ഥാനങ്ങൾ ഫണ്ട് നൽകി പ്രവർത്തിക്കുന്ന സംസ്ഥാന സർവകലാശാലകളിൽ ഇനി മുതൽ കേന്ദ്രം ഭരണം നടത്തിക്കോളൂ എന്ന് പറയുന്ന ഒരുതരം രാഷ്ട്രീയ ധാർഷ്ട്യമാണ്. സാമ്പത്തിക പരാധീനതകൾക്കിടയിലും സംസ്ഥാനങ്ങൾ വലിയ തുക ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായി ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴാണ് സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ കവരാൻ ശ്രമം നടക്കുന്നത്. സംസ്ഥാനങ്ങളുമായോ അക്കാദമിക് വിദഗ്ധരുമായോ യാതൊരുവിധ ചർച്ചകളുമില്ലാതെയാണ് ഇത്തരത്തിൽ നീക്കങ്ങൾ നടന്നിട്ടുള്ളത്. വൈസ് ചാൻസലർ പദവിയിലേക്ക് അക്കാദമിക് പരിചയമില്ലാത്തവരെയും നിയോഗിക്കാമെന്ന നിർദ്ദേശവും കരടിലുണ്ട്. ഇതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലല്ലോ. തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ആ പദവിയിൽ കൊണ്ടിരുത്താനുള്ള വളഞ്ഞ വഴിയാണ് ഇവിടെ കേന്ദ്രം പയറ്റുന്നത്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റം അംഗീകരിക്കാനാവില്ല എന്നാണ് സുവ്യക്തമായി പറയാൻ ആഗ്രഹിക്കുന്നത്. സംസ്ഥാനങ്ങളുടെ ഭരണഘടനാ അവകാശങ്ങൾ ലംഘിക്കുന്ന UGC കരട് ചട്ടങ്ങൾ പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന് കത്തെഴുതിയിട്ടുണ്ട്. ഇതേ വിഷയത്തിൽ BJP ഇതര മുഖ്യമന്ത്രിമാരുടെയും ശ്രദ്ധ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ കൂട്ടായ പരിശ്രമങ്ങൾക്കാണ് കേരളം മുൻകൈയെടുക്കുന്നത്.